ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് കോടാലി പോലെ ഉണ്ടെങ്കിൽ ഇത് കോടാലി ഒന്നല്ല, ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഒരു റിംഗ് ലൈറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഷോ എന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രോമ എനിക്കുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത പാക്കിങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ ഇതും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അവരെ പാക്കിങ് ഉണ്ടായിരുന്നത്. പക്ഷേ മീഷോൻ്റെത് നമ്മളുള്ള കാര്യങ്ങൾ പറയണമല്ലോ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഫുള്ള് സെലോ ടൈപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് ഉണ്ട്. അങ്ങനെയായിട്ടാണ് വന്നത്. പാക്കിങ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഒന്നും തന്നെ അറിയാം, മറ്റേത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചില്ല, ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യായിരുന്നു. ഇതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇനിയിപ്പം ഇത് ഒരു ഭയങ്കര ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, പക്ഷെ ഒരു ബിഗിനേഴ്സിന് ഇത് ധാരാളം. അപ്പോൾ ഇത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന റിംഗ് ലൈറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, ഞാനിപ്പോൾ ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന റിംഗ് ലൈറ്റ്. ഇതിൻ്റെ കാലൊക്കെ ഓൾറെഡി ഇങ്ങനെ ഡാമേജ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഇതൊക്കെ പിന്നെ അവസ്ഥയായിരുന്നു, ഇങ്ങനെ തന്നെ ഉണ്ടായി. പിന്നെ ഞാനിവിടെ സെലോ ടൈപ്പൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് കണ്ടു. പിന്നെ ഇതിൻ്റെ തലയൊക്കെ ഒടിഞ്ഞ് ഇതിങ്ങനെ കറങ്ങും. ഇത് വളരെ പെട്ടെന്ന് നാശം. ഒരു 2-3 മാസം കൊണ്ടാണ് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പൊട്ടി. ഇത് പിന്നെ എൻ്റെ നിന്ന് വീണിട്ടാണ് പൊട്ടിയത്. പിന്നെ ഈ കഴുത്തിൻ്റെതൊക്കെ ഇതിങ്ങനെ ആടും, നിൽക്കില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീർപ്പ്, നിങ്ങൾ ഈ ചീർപ്പ് കണ്ടു, ഈ ചീർപ്പെടുത്ത് ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ സെക്യൂർ ചെയ്യും. അപ്പോൾ പിന്നെ ഫോണിൻ്റെ വെയിറ്റും കൂടെ വരുമ്പോൾ ഇതിങ്ങനെ കുറച്ചൊരു സ്റ്റേബിളായിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ ഫോൺ നിൽക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൂ ലേസ് കണ്ടു, ഈ ഷൂ ലേസ് വെച്ച് ഞാൻ ഫോൺ ഇവിടെ കെട്ടി വെക്കും. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി, എടുക്കാനേ പറ്റുന്നില്ല. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലത്. ഇത് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ ചെരിഞ്ഞ് വരും. ഇതിൻ്റെ കാലിങ്ങനെ വളഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് പോകും. അപ്പോഴാണ് ഞാൻ ഈ റിംഗ് ലൈറ്റ് വാങ്ങിയത്. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം സാറ്റിസ്ഫൈയിങ് ആണ്. ഒന്നുമില്ല, നിങ്ങൾ റൂമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. പക്ഷെ ഇതിൻ്റെതും എവിടെയോ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട് ഇവിടെ കണ്ടോ, ജസ്റ്റ് ഇതായിട്ടുണ്ട്. ഇതൊന്നും വലിയ സീനില്ല. ഇതൊന്നും ഞാൻ എന്നെ റിട്ടേൺ ഒന്നും അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞ് ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഡ്രസ്സിലൊക്കെ. ഇതാണ് മൈക്ക്. ഇതെന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫോണിൽ വെച്ച് നോക്കട്ടെ. ഇതാണ് കേട്ടോ മൈക്ക്. നമ്മൾ ഫോണിൽ കുത്തണം. എൻ്റെത് ഐഫോണാണ്, അതിലിത് കുത്താൻ പറ്റില്ല. അതിന് വേറൊരു സാധനം കൂടെ വേണം. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഐഫോണിനെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ഞാൻ നോക്കി, ഇത് കുത്താൻ പറ്റുന്ന വല്ല ഓട്ടയുള്ളൂ. അപ്പോൾ തേഞ്ഞ്. അപ്പോൾ റിംഗ് ലൈറ്റ് വാങ്ങാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് വാങ്ങാം കേട്ടോ. ഇത് ഇതിൻ്റെ മൈക്കൊക്കെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.